അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അള്ളാഹു അടിമകളോട് വലിയ ഔദാര്യം ചെയ്യുന്ന കാലം. ഈ കാലത്തെ വിശ്വാസികൾ തീർച്ചയായും ഫലപ്രദമായി പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിന് നമ്മൾ മനസ്സുകൊണ്ട് സന്നദ്ധമാകണം. പ്രധാനമായും ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത റബ്ബിനോടുള്ള താല്പര്യം വർദ്ധിക്കുക എന്നതാണ്. പടച്ചവൻ്റെ കാരുണ്യം വല്ലാതെ ലഭിക്കുന്ന കാലത്ത് നമ്മൾ എന്തിനാണ് റബ്ബിനെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാകുന്നത്? ഒരിക്കലും ആകേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ലമ്മാ ഖദല്ലാഹുൽ ഖൽഖ കതബ കിതാബൻ. അള്ളാഹു സൃഷ്ടികളെയൊക്കെ സൃഷ്ടിച്ചു. അപ്പോൾ ഒരു കാര്യം രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയ കാര്യം ഫഹുവ ഇൻദഹു ഫൗക അർശി. ആ അർശിൻ്റെ മുകളിൽ ആ രേഖയെ അള്ളാഹു കൃത്യമായി സൂക്ഷിച്ചു വെച്ചു. ആ രേഖ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന റഹ്മത്തി സബഖത്ത് ഖലബി. അള്ളാഹു രേഖപ്പെടുത്തിയത് ഇതാണ്, ഇന്ന റഹ്മത്തി, എൻ്റെ കാരുണ്യം, സബഖത്ത് ഖലബി, എൻ്റെ ദേഷ്യത്തെ മികക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവന് പ്രകടിപ്പിക്കാൻ ഇഷ്ടം, ദേഷ്യം പ്രകടിപ്പിക്കാനല്ല എന്നാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ റബ്ബിന് നമ്മളോട് കാരുണ്യം പ്രകടിപ്പിക്കാനാണ് താല്പര്യം എന്ന് പറയുമ്പോൾ ആ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് നമ്മളൊന്ന് നിന്നു കൊടുക്കുകയാണ് വേണ്ടത്. ഇതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത മനസ്സിലാക്കാൻ ഒരു നബി വചനവും കൂടെ നമുക്ക് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നലില്ലാഹി മിഅത്ത റഹ്മ. തീർച്ചയായിട്ടും അള്ളാഹുവിന് 100 റഹ്മത്തുകളുണ്ട്. അള്ളാഹുവിൻ്റെ 100 റഹ്മത്തുലുണ്ട്. ആ റഹ്മത്തുൽ അൻസല മിൻഹ റഹ്മത്തൻ വാഹിദ. അതിൽ നിന്ന് ഒരു റഹ്മത്തിനെ അള്ളാഹു ഇറക്കി, ഒരു റഹ്മത്തിനെ ഇറക്കി. എവിടേക്ക്? മിനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാമി. സൃഷ്ടികളിൽപ്പെട്ട വ്യത്യസ്ത വസ്തുക്കളിലേക്ക്, മനുഷ്യ വിഭാഗത്തിലേക്ക്, ജിന്നി വിഭാഗത്തിലേക്ക്, ജീവജാലകങ്ങളിലേക്ക്, പക്ഷികളുണ്ട്, ജന്തുക്കളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, എല്ലാമുണ്ട്. ഇതിലേക്കെല്ലാമായി ഒരു റഹ്മത്തിനെയാണ് അള്ളാഹു യഥാർത്ഥത്തിൽ വിതരണം ചെയ്തിട്ടുള്ളത്. ആ ഒരൊറ്റ റഹ്മത്തിൻ്റെ വിശാലത നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ഉമ്മക്ക് ഒരു കുഞ്ഞ് പിറന്നു. ആ പിറന്ന കുഞ്ഞിനോടുള്ള ഒരു അനുകമ്പയും സ്നേഹവും എത്രയായിരിക്കും? ആ മുലപ്പാൽ ഊട്ടി വളർത്തുന്ന കാലത്ത് ആ കുഞ്ഞിനെ എത്രമാത്രം സ്നേഹത്തോടെയാണ് ശരിയായ ഒരു ഉമ്മ വളർത്തുന്നത്. ഈ ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമെന്ന വികാരം ഏതിൽ നിന്നുണ്ടായതാണ്? അള്ളാഹുവിൻ്റെ ഒരൊറ്റ റഹ്മത്തിൻ്റെ അനുരണനങ്ങളാണ്. എന്നാലേ ലോകത്ത് എത്ര ഉമ്മമാരുണ്ട്, എത്ര മക്കളെ ആ ഉമ്മമാർ സ്നേഹപൂർവ്വം പോറ്റി വളർത്തുന്നുണ്ട്. അത് മുസ്ലിമീങ്ങളും മുസ്ലിമേതര സമൂഹത്തിലുമുള്ള അമ്മമാർക്ക് അവരുടെയും കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം. ഇങ്ങനെ ആലോചിച്ചാൽ ഒരു ഒരമ്മ ഒരു കുട്ടിയോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ വിശാലത തന്നെ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതിനോട് സമാനമായി ഒരുപാട് സ്നേഹപൂർവമായ ഇടപെടലുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ. ഒരു കുട്ടിക്ക് 14 കോടി വേണം ചികിത്സിക്കാൻ. എന്തു ചെയ്യും? ഏതെങ്കിലും ഒരു ബ്ലോഗർ, പ്രധാനപ്പെട്ട ആൾ അത് പരസ്യം ചെയ്താൽ ആളുകൾ അതിലേക്ക് ചേരുക. എന്തുകൊണ്ടാണ്? അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു കാരുണ്യത്തിൻ്റെ വികാരമാണ്. അപ്പം ഇങ്ങനെ ആലോചിച്ച് ഇത് ഒരു കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെ പലജാതി കാര്യങ്ങൾ ദൈനംദിനം നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച റഹ്മത്ത് എന്ന വികാരം നമ്മളിലേക്ക് സന്നിവേശിച്ചതാണ്. ഈ സന്നിവേശിച്ച റഹ്മത്ത് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തിൻ്റെ ചെറിയ അനുരണനങ്ങളാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് ഇത്രമാത്രം വിശാലമാണെങ്കിൽ പടച്ച റബ്ബ് പറയുന്നുണ്ട്, 99 ഞാൻ ബാക്കി വെച്ചു. എന്തിനു വേണ്ടിയാണ്? യൗമിൽ ഖിയാമത്ത് നാളിലേക്ക് വേണ്ടിയാണ്.
ആർക്ക് വേണ്ടി? അവൻ്റെ അടിമകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഇതിനു സമാനമായ 99 കാരുണ്യം അവശേഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ആലോചിച്ചാൽ മതി, റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടാൻ വകുപ്പുണ്ടോ ഇല്ലേ എന്ന് ആലോചിച്ചാൽ മതി. തീർച്ചയായും ഉണ്ട്. തീർച്ചയായും അവനിൽ നല്ല പ്രതീക്ഷയും നല്ല ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന അടിമകളിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.